വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഞാൻ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം പാസ്സായത് തൊട്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഇൻറ്റേൺ കയറിയതിനെ പറ്റിയുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ വീഡിയോ. പാസ് സർട്ടിഫിക്കറ്റിനെ പറ്റി, കേരള മെഡിക്കൽ കൗൺസിലിൽ പ്രൊവിഷനിൽ വേണ്ട ഡോക്യുമെൻസിനെ പറ്റി ആൻഡ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പിന്നെ എന്തിനെ പറ്റി എല്ലാം ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വയറി എങ്കിൽ വാച്ച് മോർ. സോ ഞാൻ ജൂലൈ 6, 2024 എക്സാമാണ് അപ്പിയർ ചെയ്തത്. എൻ്റെ റിസൾട്ട് ജൂലൈ 16, 2024 വന്നത്. സോ എല്ലാവരുടെയും ധാരണയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പാസ് സർട്ടിഫിക്കറ്റ് കിട്ടും, ഉടനെ പ്രൊവിഷണൽ അപ്ലൈ ചെയ്യാം. പക്ഷെ റിയാലിറ്റി ഒരിക്കലും അങ്ങനെയല്ല. സോ ജൂലൈ 16 റിസൾട്ട് വന്നു കഴിഞ്ഞ് യൂഷ്വലി ഒരു 1 to 2 വീക്സ് കഴിഞ്ഞ് ഒരു സ്കോർ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ലഭിക്കും ഈ സെയിം വെബ്സൈറ്റിൽ നിന്ന് തന്നെ. അത് ആക്ച്വലി പാസ് സർട്ടിഫിക്കറ്റ് അല്ല, പക്ഷെ ഒരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി നിങ്ങളുടെ മാർക്സും എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്. സോ ഇപ്പോൾ പാസ് സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടും അല്ലേ? പാസ് സർട്ടിഫിക്കറ്റ് ആക്ച്വലി അവരുടേതായ ഒരു സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇടും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എൻട്രി സ്ലിപ്പ് എന്നുള്ളൊരു സംഭവം ഡൗൺലോഡ് ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ എൻട്രി സ്ലിപ്പ് എന്താണെന്നല്ലേ, എൻട്രി സ്ലിപ്പിൽ നമ്മൾക്ക് എപ്പോഴൊക്കെയാണ് ഏതൊക്കെ ടൈം സ്ലോട്ടിലാണ് ഡൽഹിയിൽ എത്തേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് ലഭ്യമാവും. ആൻഡ് അതിൽ തന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതണമെന്നും ഉണ്ടാവും. ആൻഡ് വേറൊരു പേജിൽ സെൽഫായിട്ട് എഴുതേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ മന്ത്സ്, എത്ര നാൾ നിങ്ങൾ അവിടെ നിന്നു, അങ്ങനത്തെ ഒരു ട്രാവൽ ഡീറ്റെയിൽസ്. അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് എഴുതണം, കാരണം അത് അവരവിടെ ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യുന്നതാണ്. പാസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ടൈം എങ്ങനെയാണ് ഷെഡ്യൂൾ ആവപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യണത് നിങ്ങളുടെ കോളേജിനെയാണ്. കാരണം കോളേജിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ ടൈമിംഗ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ അർമേനിയ ആണെങ്കിൽ ആദ്യമേ തന്നെ കിട്ടും, ഉക്രൈനൊക്കെ ആണെങ്കിൽ ലാസ്റ്റിലോട്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 16th ജൂലൈയിൽ പാസ്സായെങ്കിലും എൻ്റെ ഷെഡ്യൂൾ ടൈം വന്നത് പാസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് 20th സെപ്റ്റംബർ 2024 ആണ്. പാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് നേരെ KSMCയിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവാം. അപ്പോൾ അഗെയിൻ നമുക്ക് ഫസ്റ്റ് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് എല്ലാം വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു റൺ ത്രൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജിലെ ഡിഗ്രി മാർക്ക് ഷീറ്റ്, 10th 12th 11th മാർക്ക് ഷീറ്റ്, പാസിംഗ് ഇത്, പിന്നെയുള്ള നമ്മുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിൻ്റെ എല്ലാ പേജസ്, ട്രൂ ലൈക്ലിനെസ്, അഫിഡവിറ്റ്. അപ്പോൾ അഫിഡവിറ്റും ട്രൂ ലൈക്ലിനെസ്സും ഒക്കെ നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ നിങ്ങൾ ചേർന്നിട്ടുണ്ടാവും, ടെലിഗ്രാമിലും വാട്സാപ്പിലും മറ്റും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ലഭ്യമാണ്. ആൻഡ് ഇതെല്ലാം ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യണം. അങ്ങനെ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ നിങ്ങളുടെ ഗസറ്റഡ് ഓഫീസറിൻ്റെ പേര്, ഡെസിഗ്നേഷൻ ആൻഡ് ഓഫീസിൽ നിർബന്ധമായും വേണം. ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂട്ടിനിയിലും മറ്റും പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ഇതിന് ഒരു 15,000 rupees ഫീ വരുന്നത്. ആൻഡ് ഇതിന് മുന്നേ നമ്മൾ ഫിസിക്കലി ഡോക്യുമെൻറ്റ്സ് KSMCയിൽ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൺലൈനായിട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഈ KSMCയുടെ അടുത്ത് ഇഷ്ടംപോലെ കഫേകളുണ്ട്. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഇതിനെപ്പറ്റി. അപ്പം നല്ലപോലെ അവർക്ക് അറിയാം എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. ജസ്റ്റ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ചെന്നാൽ അവരെല്ലാം ചെയ്ത് കയ്യിൽ തരിക മാത്രമല്ല, അവിടെ നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട എൻവലപ്പ് വരെ അവർ തന്നു വിടുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഞാനിവിടെ എറണാകുളത്തൊക്കെ നോക്കിയപ്പോൾ തന്നെ ആർക്കും തന്നെ അതിനെപ്പറ്റി ഒരു ധാരണയില്ല. നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ ഫിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ക്രെഡിബിലിറ്റി ആൻഡ് ക്രിഡൻഷ്യൽസും കിട്ടും. കാരണം അവിടെ നിന്ന് തന്നെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി നല്ലപോലെ അറിവുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഇതെല്ലാം നിങ്ങൾക്ക് KSMCയിൽ കൊണ്ടുപോയി ഫിസിക്കലായിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവൻ അയച്ചും കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇതിപ്പോൾ കുറച്ച് ബൾക്കി ആണെങ്കിൽ അവിടെ ഒരു ഓഫീസിനോട് പറഞ്ഞാൽ അവർ ഓഫീസിൽ എടുത്ത് വെക്കും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും മെയിലുകൾ വരുന്നുണ്ടോ എന്ന്. കാരണം എന്തെങ്കിലും ഈ ഡോക്യുമെൻറ്റ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് മെയിൽ വരും. അത് കഴിഞ്ഞ് എൻ്റെ ഒരു വിചാരം നമുക്ക് KSMCയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകണം പ്രൊവിഷണൽ ലഭിക്കാൻ. ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ എംബസിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു കൺഫർമേഷൻ വരണം.
അത് കഴിഞ്ഞൊരു സ്ക്രൂട്ടണി ഉണ്ടാവും. ഈ KSMCയിൽ ഒഫീഷ്യൽസ് ഇതെല്ലാം ഒന്നും കൂടി നോക്കി നമ്മുടെ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നമുക്ക് പ്രൊവിഷണൽ ലാസ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വിചാരം വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തതുകൊണ്ട് ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകും. അപ്പം ഞാൻ November 5 അപ്ലൈ ചെയ്തത് ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷന്. പക്ഷെ ജാനുവരി അവസാനമായിട്ടും ഒരു അപ്ഡേഷൻ കാണാത്തപ്പോഴാണ് ഞാൻ വിളിച്ച് അന്വേഷിച്ചത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ അപ്ഡേഷൻ ഒന്നും വരില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ തന്നെ വിളിച്ചു ചോദിക്കണം. അഗൈൻ ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നല്ല പേഷ്യൻസ് വേണ്ട കാര്യമാണ്. കാരണം അവരങ്ങനെ അധികം ഫോണുകൾ എടുക്കാറില്ല. നമ്മളുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ തന്നെ വിളിക്കണം. അപ്പോൾ അങ്ങനെ വിളിച്ച് എനിക്ക് February 17 ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പ്രൊവിഷണൽ കിട്ടി. പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സ് പ്രകാരം അറിയിച്ചത് വെച്ച് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടക്കൂടെ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ അടുത്താണെങ്കിൽ പോയി അന്വേഷിക്കുകയും വേണം. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡോക്യുമെന്റിൽ പ്രശ്നമുണ്ട്, സ്ക്രൂട്ടണിയിൽ അവർ കാണുവാണെങ്കിൽ നമ്മൾ അധികം വിളിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിൽ അവർ പെട്ടെന്നൊന്നും നമ്മൾക്ക് ആ ഒരു അപ്ഡേഷൻ തരില്ല. അപ്പം നമ്മുടെ ഫയൽ അങ്ങനെ മാറ്റി വെച്ചിരിക്കും. അപ്പോൾ എപ്പോഴും ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ പ്രൊവിഷണൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ DMEയിൽ അല്ലെങ്കിൽ DHSൽ അപ്ലൈ ചെയ്യുക. അതായത് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, ജനറൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ എനിക്ക് ജനറൽ ഹോസ്പിറ്റലായിരുന്നു പ്രിഫറൻസ്. അതുകൊണ്ട് ഞാൻ DMEയിൽ അപ്ലൈ ചെയ്തതേ ഇല്ല. അപ്പോൾ DMEയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അത് മോസ്റ്റ്ലി പത്രങ്ങളിലൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ DMEയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ പോർട്ടലിൽ ഫ്ലാഷ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവും FMG ഇന്റേൺഷിപ്പ് എന്നുള്ളത്. അപ്പോൾ അതെടുക്കുക. ഒരു ഗൂഗിൾ ഡോക്സ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ പ്രൊവിഷണലും കുറച്ച് ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരാഴ്ച ഈ കോൾ ഔട്ട് ചെയ്തേക്കുന്ന സമയം കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൗൺസിലിങ്ങിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ പക്ഷെ DHSലേക്കാണ് അയച്ചത്. അപ്പോൾ DHSലേക്ക് ഞാൻ ആ ദിവസം പ്രൊവിഷണൽ കിട്ടിയ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ മെയിലുകൾ അയച്ചു. മെയിലിൻ്റെ ഫോർമാറ്റും മെയിൽ എവിടേക്കാണ് അയക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഏതാണ്. ഇപ്പോൾ കുറേ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റ GH ആണെങ്കിൽ അങ്ങനെയും എഴുതുക. അപ്പോൾ വേക്കൻസി അനുസരിച്ച് നമ്മളെ കൗൺസിലിങ്ങിന് അവരവിടെ വിളിക്കുന്നതാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച GH കിട്ടിയില്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കാം. അപ്പോൾ സപ്പോസ് നിങ്ങൾ കൗൺസിലിങ്ങിന് പോയി അവിടെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു മെയിൽ വരും. അതായത് നിങ്ങളിങ്ങനെ ചൂസ് ചെയ്തതിനെ പറ്റിയും ഒരാഴ്ച കൊണ്ട് അവിടെ ജോയിൻ ചെയ്യണം, ഫിറ്റ്നസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയിൽ നിങ്ങൾ ഈ മെയിലിൻ്റെ കോപ്പി ഒരു ലെറ്റർ സൂപ്രണ്ടന്റിന് എഴുതണം. അത് ജസ്റ്റ് നമുക്കിങ്ങനെ മെയിൽ കിട്ടി, നമ്മളിവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ ഈ GHൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സൂപ്രണ്ടന്റിന് മെയിൽ എഴുതുക നിങ്ങൾ പോകുന്ന GHലേക്ക്. ആൻഡ് നിങ്ങളുടെ ഫിറ്റ്നസ്സും കൂടി എടുത്ത് പോവുക. അങ്ങനെ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേർണി. ഇനി സപ്പോസ് നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണുള്ളതെങ്കിൽ ഇതേപോലെ വേക്കൻസി വരുമ്പോൾ DHSൽ നിന്ന് മെയിൽ വരും, നിങ്ങൾക്ക് നിങ്ങളുടെ GHൽ പോയി ജോയിൻ ചെയ്യാൻ. ആൻഡ് സെയിം ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേർണി. അല്ലെങ്കിൽ ഇതൊക്കെയാണ് സത്യത്തിൽ നിങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്ന ഒരു സ്റ്റെപ്സ്. നിങ്ങൾ FMG ആണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോരോ കടമ്പകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ഒന്നും ഉണ്ടായില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെയും സീനിയേഴ്സിൻ്റെയൊക്കെ ഇതിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചതും അറിഞ്ഞതും ചെയ്തതൊക്കെ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നല്ലതായിരിക്കുമെന്ന് പലരും പറഞ്ഞതുകൊണ്ട്, പലരും എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ടു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഡൗൺ ബിലോ. എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.